Good afternoon, children. Welcome back to our class. All of you take your Hindi 2-line copy, back page. Today date 23/9/2020. Then write Swarakshar likho. Swarakshar likho. Write fast. Aman Madhav, write fast. ഏതൊക്കെയാ സ്വരാക്ഷരങ്ങളെന്ന് അറിയില്ലേ? ഷഹബറ, റൈറ്റ് ഫാസ്റ്റ്. ഷഹബറയുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഞാന്. ഹോംവർക്ക് ചെയ്യുന്നില്ല. ബുക്ക് ഒന്നും കംപ്ലീറ്റ് അല്ല. എനിക്കറിയാം, നിങ്ങളെ കാണുമ്പോ തന്നെ അറിയാം. ഇനി ഞാൻ പേടിപ്പിക്കും കേട്ടോ. നന്നായിട്ട് വഴക്ക് പറയും ഞാൻ. ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ട് മാർക്ക് നോക്കിയിട്ട് വേണം, ആ മാർക്ക് അനുസരിച്ച് വേണം നിങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ. ആസിയത് സ്ലാഹ, റൈറ്റ് ഫാസ്റ്റ്. സ്വരാക്ഷർ ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അവിടെ എഴുതണം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. റിച്ചാർഡ് ഫസ്റ്റ് എഴുതി കഴിഞ്ഞു, മിടുക്കൻ. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാർ തന്നിരിക്കുന്നു. ഇനി ബാക്കിയുണ്ട്. ബാക്കി ഇനി വ്യഞ്ജനാക്ഷർ ലിഖോ. ക ടു മ. വ്യഞ്ജനാക്ഷർ എങ്ങനെ എഴുതും? ക, ഖ, ഗ, ഘ, ങ. നെക്സ്റ്റ് ലൈനില് ച, ഛ, ജ, ഛ, ഞ. നെക്സ്റ്റ് ലൈൻ ട, ഠ, ഡ, ഠ, ണ. നെക്സ്റ്റ് ലൈൻ ത, ഥ, ദ, ഥ, ന. ഫാത്തിമ KM, അമ്മയോട് ചോദിക്കണ്ട, തന്നെ എഴുത്. നിങ്ങൾ പഠിച്ചോന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഇത് ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു തരുന്നത്. ലാസ്റ്റ് വൺ പ, ഫ, ബ, ഭ, മ. റൈറ്റ് ഫാസ്റ്റ്. വിട്ട് എഴുതണം കേട്ടോ. കൂട്ടി എഴുതിയാല് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയേണ്ടി വരും. ആരാ ഫസ്റ്റ് എഴുതിരുന്നത്? ഇവിടെ റിച്ചാർഡ് എഴുതി തീർന്നു. പെട്ടെന്ന് എഴുത്. അയാൻ എവിടെ നോക്കുന്ന? അയാൻ റൈറ്റ് ഫാസ്റ്റ്. ഇർഷാദ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ എവിടെയോ. ലാസ്റ്റ് കയറിയവര് എഴുതുക. ക്ലാസ് ടെസ്റ്റ് ആണ്. 2-line കോപ്പിയുടെ ലാസ്റ്റ് പേജില് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് 2-line കോപ്പിയുടെ ലാസ്റ്റ് പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് ആദ്യം ഫസ്റ്റ് സ്വരാക്ഷർ ലിഖോ. അത് എഴുതി കഴിഞ്ഞിട്ട് വ്യഞ്ജനാക്ഷർ ലിഖോ. മെടുക്കാൻ. റിച്ചാർഡ് എഴുതി കഴിഞ്ഞു. എന്താ ചെയ്യേണ്ട? ഡേറ്റ് ഇട്ടോ ഇന്നത്തെ. എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. 32 പേരുണ്ട് ഇപ്പൊ ക്ലാസ്സില്. കഴിഞ്ഞ ക്ലാസ്സിൽ 40 പേരുണ്ടായിരുന്നു. ഇപ്പൊ 32 അല്ലേ ഉള്ളൂ. ടെസ്റ്റ് പേടിച്ചു പോയതാണ്. ഫാത്തിമ കിട്ടുന്നില്ലേ? എഴുതി വേഗം. അമ്മമാര് ശ്രദ്ധിക്കണം.
കുട്ടികള് ഇനി കറക്റ്റ് അല്ല എഴുതിയതെങ്കില് അപ്പൊ അതിനർത്ഥം എന്താണ്? കുട്ടികൾ അക്ഷരം പഠിച്ചിട്ടില്ല എന്നാണ്. സെക്കൻഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ ഹിന്ദി കുറച്ച് ടഫാണ്. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ശരിക്കും പഠിക്കാതെ സെക്കൻഡ് ക്ലാസ്സിൽ പോയാല് ഒരു രക്ഷയില്ല. അതിപ്പം പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ടെസ്റ്റ് ഇടുമ്പോ തെറ്റുന്ന കുഴപ്പമില്ല, തെറ്റൊക്കെ വരും. അപ്പൊ തെറ്റിയത് ഏതാന്ന് വിചാരിച്ചാൽ അത് കൂടുതൽ വീട്ടിൽ നിന്ന് എഴുതിച്ച് അത് പഠിപ്പിക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും അക്ഷരങ്ങൾ എഴുതിക്കുന്നതാണ്. ഇപ്പൊ സ്കൂളിൽ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അതിപ്പോ നിങ്ങളത് വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഏതാണ് തെറ്റിയത്, വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതക്ഷരമാണ് അറിയാത്തത്, അത് നന്നായിട്ട് എഴുതാൻ പറയണം. എഴുതുന്നില്ലെങ്കിൽ മിസ്സിനെ വിളിച്ച് പറഞ്ഞോ. ആരാണ് എഴുതി പഠിക്കാത്തത് എന്നുള്ളത് മിസ്സിനെ വിളിച്ച് പറയാം. അപ്പൊ മിസ് വീട്ടിലോട്ട് വന്നോളൂ. റിച്ചാർഡ് ഗുഡ് കണ്ടു. എഴുതി കഴിഞ്ഞെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എഴുതി തീരേണ്ട സമയമായി. ഹായ് പൂന, ഗുഡ്. അമ്മയോട് പറഞ്ഞത് പോസ്റ്റ് ഇടും കേട്ടോ. ഈ 32 പേരുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ഇത് സെൻഡ് ചെയ്യണം. എന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ ആരാ പഠിക്കാത്തതെന്ന് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അപ്പൊ നമുക്ക് ഹാ വരെ ആയി ഇന്നല്ലേ. ഹാ വരെ പഠിച്ചു. ഹാ വരെ പഠിച്ചത് അക്ഷരങ്ങൾ ഫുള്ളായി. ഇനി ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇശ്രായും കൂടെ ഉള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സില്, അതായത് നെക്സ്റ്റ് വെനസ്ഡേ വരുമ്പം ഈ അക്ഷരങ്ങൾ വീണ്ടും ഡിറ്റേഷൻ ഇടും. സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ. അതിപ്പം എവിടം വരെയാ? ആ മുതൽ ആ വരെയും, വ്യഞ്ജനാക്ഷരങ്ങള് കാ മുതൽ ഹാ വരെയും 3 അക്ഷരങ്ങൾ ഡിറ്റേഷൻ ഇടും. ഇത് എല്ലാ ദിവസവും ഉണ്ടാവും. നെക്സ്റ്റ് വെനസ്ഡേ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള വെനസ്ഡേ ഉണ്ടാവും. എല്ലാ ദിവസവും അക്ഷരങ്ങൾ ഡിറ്റേഷൻ ഇടും. അത് കഴിഞ്ഞിട്ട് വേണം ഈ അക്ഷരങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കാൻ. ഓക്കെ, ബുക്ക് അടച്ചു വെച്ചോ. പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിക്കേണ്ട സമയമായി. അമ്മയോട് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് ഇത് സെൻഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്താ വേണ്ടത് നിങ്ങൾക്ക്? സ്റ്റാർ വേണോ അല്ല ക്രോണ വേണോ? എന്താ വേണ്ടത്? 5 സ്റ്റാർ വേണമെന്നാ പറയുന്നല്ലേ. ഓക്കെ, തരാം. എല്ലാം ശരിയായാലും 5 സ്റ്റാർ. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. അപ്പം ക്ലാസ് ഇന്നത്തെ ഇപ്പൊ ഈ ഉച്ചക്കത്തെ ഈ ക്ലാസ് കിട്ടാത്തവര് എന്ത് ചെയ്യണം? പേരൻസ് ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞ അക്ഷരങ്ങള് നിങ്ങൾ അവരെ കൊണ്ട് എഴുതിക്കുക, കുട്ടികളെ കൊണ്ട് എഴുതിക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ വിലയിരുത്തണം കുട്ടി എത്രമാത്രം അക്ഷരങ്ങൾ പഠിച്ചു, പഠിക്കാത്ത അക്ഷരം ഏതാണ്. ഇപ്പൊ ലാസ്റ്റ് കയറിയവർക്ക് വേണ്ടി പറയുന്നതാണ്. പഠിക്കാത്ത അക്ഷരം ഏതാണ്, അത് വീണ്ടും വീണ്ടും എഴുതിക്കുക, നന്നായിട്ട് എഴുതിക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഒരക്ഷരം കിട്ടിയതെന്ന് വെച്ച് തോറ്റുപോയി അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പൊ നമ്മൾ യാ മുതൽ ഹാ വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചു. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 14. പേജ് നമ്പർ 13 എടുത്തു അല്ലെ നമ്മള്. അത് കഴിഞ്ഞിട്ട് 13ന്റെ റൈറ്റ് സൈഡിലെ വർക്ക് ചെയ്തിട്ടില്ല. പേജ് നമ്പർ 13. ഫസ്റ്റ് നോക്കിയോ. ത, ഥ, ദ, ഥ, ന, പ, ഫ, ബ, ഭ, ര, ല, ശ. 3 അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ റൈറ്റ് സൈഡില് അതിന്റെ പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ അത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ ആദ്യത്തെ 2 എണ്ണം പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. താസെ തർബൂജ്. ഇവിടെ വാട്ടർമെലൺ കണ്ടില്ലേ, അതാണ് മാച്ച് ചെയ്യേണ്ടത്. താസെ തെർമസ് താഴെ. ഇനി ബാക്കിയെല്ലാം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടോ. ഡേറ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് നമ്പർ 14.
ശ്രദ്ധിച്ചേ, സഹി വ്യഞ്ജൻ പർ ഖേര ലഗാവോ. എന്താണ്? ഇവിടെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, 3 അക്ഷരങ്ങളും ഉണ്ട്, ഒരു പിക്ചറും തന്നിട്ടുണ്ട് അല്ലെ. അതിന് ശരിയായ പിക്ചറിന് ശരിയായ അക്ഷരം ഏതാണെന്ന് സർക്കിൾ ചെയ്യണം. അവിടെ എന്താ പിക്ചർ തന്നിരിക്കുന്നത്? ടമാട്ടർ അല്ലെ ആണ്. നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിക്കേ, ടമാട്ടർ എന്നുള്ള പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. എന്താണ് മുഹമ്മദ് മുദ്ദാസിം? പ്ലീസ് അൺമ്യൂട്ട്. അമൃത അൺമ്യൂട്ട്. എന്താ ഇത് ചെയ്തോ? എല്ലാവരും ചെയ്തോ? ചെയ്തെങ്കിലും ഒന്ന് തമ്പ് ഉയർത്തി കാണട്ടെ. എല്ലാവരും ചെയ്തെങ്കിൽ മാത്രം. ഓക്കെ ഓക്കെ ഗുഡ്. ചെയ്തല്ലേ? അന്ന് ലാസ്റ്റ് ക്ലാസ് ചെയ്തായിരിക്കും. മിസ് അത് അടയാളപ്പെടുത്തിയില്ല, സോറി. നെക്സ്റ്റ് പേജിലെത്തത് 15ാമത്തെ പേജിലെത്തി ചെയ്തോ? നോ. ശ്രദ്ധിച്ചേ, ആ സേ ശ്ര के क्रम में बिंदु जोड़ो और चित्र पूरा करो. എന്താ പറയുന്നത്? ആ മുതല് ശ്ര വരെയുള്ള ക്രമത്തില്, ആ മുതല്, ആ എന്നുള്ള അക്ഷരം എവിടെയാ ഇരിക്കുന്നത്? അവിടെയുണ്ട്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഇതിൽ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇശ്ര വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു, UKG പഠിച്ചു, അറിയാം, നമുക്ക് ഓൾറെഡി അറിയാം. അതപ്പം ആ മുതല് സ്വരാക്ഷരങ്ങള് ഫസ്റ്റ് ആ മുതല് ആ വരെയുള്ളത് വരച്ച് വരച്ച് വരിക. ആ ഡോട്ട് ഇട്ടിന്റെ മുകളിലേക്കൂടെ വരച്ച് അങ്ങനെ കാ ഖ ഗ ഘ ങ ച ച ജ ച ഞ അങ്ങനെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും കടന്ന് ഇസ്ര വരെ എഴുതുമ്പോ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. എന്തായിരിക്കും പിക്ചർ നിങ്ങൾ പറയാൻ പറ്റുമോ? ബിയോണ, കൊറേ സമയം കൈ കാണിക്കുന്നു. ബിയോണ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യേ. ഒരു കൈറ്റ് കിട്ടും അല്ലെ. എന്താ റിച്ചാർഡേ? കളറ് കൊടുക്കണം അല്ലെ. കളർ കൊടുത്തോ, ഇഷ്ടമുള്ള കളർ കൊടുത്തോ. എന്താ റിച്ചാർഡ് അൺമ്യൂട്ട് ചെയ്തേ? അവൻ കൈറ്റ് കാണിച്ചു തരുവാണ്. ഓക്കെ ഓക്കെ, കൈറ്റ് കാണിച്ചു തരുവാണ്. അപ്പൊ അതൊരു കൈറ്റ് ആയിട്ട് വരും. ആ അക്ഷരങ്ങള് നല്ല വൃത്തി വരച്ച് വന്നാല് കൈറ്റ് കാണും. അപ്പൊ കൈറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നിങ്ങൾ പട്ടം പറത്താറുണ്ടോ? കൈറ്റ് പറത്തിയിട്ടുണ്ടോ ഇതുവരെ? നല്ല ഭംഗിയല്ലേ കാണാൻ? ഇല്ല അല്ലെ. ഒന്ന് ശ്രമിച്ചു നോക്കണം. പേപ്പർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അത് വീട്ടിൽ ചേട്ടന്മാരുണ്ടെങ്കിൽ ആക്കി തരുമല്ലോ. ഒരു കൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അറ്റത്ത് നൂല് കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ വിടണം അല്ലെ. പറന്നു പോന്ന കാണാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു അല്ലെ. ഹോംവർക്ക് ആട്ടോ. അപ്പൊ ഇത്രയും നമ്മൾക്ക് എക്സാമിന് വേണം. ഇത് കണ്ടോ, നെക്സ്റ്റ് പേജ് കണ്ടോ നിങ്ങള്? പഠോ ഔർ ഉച്ചാരൺ സീഖോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ. ലിസൺ. സ്വർ ഔർ വ്യഞ്ജൻ പകച്ചാനോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിക്കാം. ഫസ്റ്റ് അറിയില്ലേ? ഈ ഇതിങ്ങനെ വായിച്ച് പഠിക്കണം, വായിക്കാൻ പഠിക്കണം. നെക്സ്റ്റ് വ്യഞ്ജൻ. അവിടെ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇശ്ര വരെ വന്നിട്ടുണ്ട്. താഴെ കണ്ടോ നിങ്ങള് നോട്ട്? നീച്ചെ ദിയെ ഗയ അക്ഷരോം കാ 3 ബാർ ഉച്ചാരൺ കരോ. എന്താ ഇവിടെ കണ്ടോ നിങ്ങള്? ഡാ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലെ. ഡാ തന്നെയാണ് അത് വായിക്കുന്നത്. അപ്പം അതിന് കുറച്ചൊരു എന്താണ് സ്ട്രെസ് കൊടുക്കും നമ്മള്. ഡാ, ഠ. ലാസ്റ്റ് നോക്കിയേ,
കാ ഖ ഗ ക ങ എന്നുള്ള അക്ഷരം അല്ലെ. ഡാ എഴുതിയിട്ട് ഇവിടെ ഒരു കുത്തില്ലേ, കാ ഖ ഗ ഖ ങ എഴുതുന്നേ. അപ്പൊ അക്ഷരങ്ങൾ തമ്മിലുള്ള അന്തരമാണ് കാണിക്കുന്നത് ഇവിടെ. ലാസ്റ്റത്തത് ങ. അതൊന്നും ഇല്ല കേട്ടോ, അതിലൊന്നും പഠിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിയേ, പേജ് നമ്പർ 17. बाई मोर दिए अक्षर को ढाई मोर टूटो और घेरा लगाओ. എന്താണ് പറയുന്നത്? അറിയോ? ഇവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ആ ആ ആ ആ ആ ഊന്ന് കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ആദ്യം കാണുന്ന അക്ഷരമില്ലേ, ഫസ്റ്റ് താഴോട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എക്സാമിന് വന്നതാ കഴിഞ്ഞേ. ആ ഈ ഉ അം ഠ പ യ അല്ലേ, ഫസ്റ്റ് റോയിലുള്ളത് താഴോട്ട് എഴുതിയത്. ആ അക്ഷരങ്ങള് ഈ റൈറ്റ് സൈഡിലുള്ള അക്ഷരങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ അക്ഷരങ്ങള് ഇവിടെ തന്നിരിക്കുന്ന ഈ റോയിൽ വന്നിട്ടുണ്ടോ എന്ന്. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കിൾ വരയ്ക്കണം. ഇവിടെ ആ എന്നുള്ള അക്ഷരം ആ റോയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. രണ്ടാമത്തത് അല്ലേ, ആ ഇല്ലേ. ഇതാ ഇങ്ങനെയാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. കണ്ടോ, ആന്ന് ഈ അക്ഷരം ഇവിടെ വന്നിട്ടില്ലേ? ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഈ എന്നുള്ള അക്ഷരം അവിടെ ഉണ്ടോ നോക്ക്. ഉണ്ടല്ലേ, ഫസ്റ്റ് വൺ തന്നെ ഉണ്ട്. ഈ ഇതുണ്ടല്ലേ, ഈ അക്ഷരം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി ഇങ്ങോട്ടുണ്ടോ നോക്ക്. ഇവിടെ ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഊ. ഊ എവിടെ? ആ റോയില് ഊ എന്നുള്ള അക്ഷരം ഉണ്ടെങ്കിൽ അതിന് സർക്കിൾ കൊടുക്കാം. ഇവിടെ ഉണ്ട് ഊ. അടുത്ത അക്ഷരം എന്താണ്? അം. അം എന്നുള്ള അക്ഷരം ഉണ്ടോ അവിടെ? ഉണ്ട്. ഇനി സർക്കിൾ കൊടുത്തോ, അം. നെക്സ്റ്റ് ഠ. അടുത്ത അക്ഷരം പ. നെക്സ്റ്റ് യ. ഇതാണ്. അതിന് മാത്രം സർക്കിൾ കൊടുക്കുക. ഈ ഇവിടെ കാണുന്ന ഈ അക്ഷരങ്ങള് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിന് സർക്കിൾ കൊടുക്കാനാണ് പറയുന്നത്. ഈ ഫസ്റ്റ് കാണുന്ന ഈ അക്ഷരങ്ങള് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ അക്ഷരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ചിത്ര ദേഖോ അവർ സഹി അക്ഷർ പർ ഘേര ലഗാവോ. ഇവിടെ ചിത്രം നോക്കിയിട്ട് ഇവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ചിത്രം നോക്കിയിട്ട് ഈ അക്ഷരം ഇതിന് യോജിച്ച അക്ഷരം ഏതാന്ന് സർക്കിൾ ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? ഇമലി അല്ലേ. ഇമലിയുടെ പുളിയുടെ ചിത്രമല്ലേ ഫസ്റ്റ് കാണുന്നേ? ആണോ? നോ, ആദ്യത്തെ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ആദ്യത്തെ പറഞ്ഞേ. ആദ്യം ഇമലി അല്ല. പിന്നെന്താണ് അവിടെ? ആ സേ ആം എന്നല്ലേ? നോ. ഊ സേ ഉല്ലു. കറക്റ്റ് അല്ലേ? ഉല്ലുവിന്റെ പിക്ചർ അല്ലേ? നോ അല്ല. അം സേ അങ്കൂർ. നോ അല്ല. എന്നപ്പോ ഇതിൽ ഒരെണ്ണം ആ സേ അനാർ. എന്നപ്പോ ഏതിനാ സർക്കിൾ ചെയ്യേണ്ടത്? ഈ അനാറിന് ചേരുന്ന അക്ഷരം ഏതാണ്? ആ. ആയിക്ക് സർക്കിൾ ചെയ്യാം. ആ സേ അനാർ. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. എ സേ എഡി ആണോ? നോ അല്ല. ഐ സേ ഐനർ. നോ. ഈ സേ ഇമലി. ആ കറക്റ്റ്. ഈ സേ ഇമലി. ഈ ആണ് സർക്കിൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിയോ. ആ സേ അനാർ. റൈറ്റ് ആണോ? നോ. എന്താണിത്? ഗ്രേപ്സ് അല്ലെ. ഗ്രേപ്സിന് എന്താ ഹിന്ദി പറയാ? അങ്കൂർ. അം എന്നുള്ള അക്ഷരം അവിടെ ഉണ്ടോ? അം ഉണ്ടെങ്കിൽ സർക്കിൾ ചെയ്യാം. അം സേ അങ്കൂർ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? പിക്ചർ
ഡോഗ് ആണല്ലേ? ഡോഗ് ആണോ? അല്ല, പിന്നെ എന്താണ്? വാസേ വട് കറക്റ്റ് ആണോ? നോ. പാസേ പലങ്ക് നോ. ബാസേ ബക്കരി ബക്കരിയാണ്. അതെ, കറക്റ്റ്, ബക്കരി. സർക്കിൾ ചെയ്യാം, ബ എന്നുള്ള അക്ഷരത്തിൽ സർക്കിൾ ചെയ്യാം. ബ. ബാസേ ബക്കരി. നെക്സ്റ്റ് അവിടെ എന്താ കാണുന്നത്? ടാസേ ദവാത്ത്. ടായാണോ വരുന്നത്? നോ. ഠാസേ ദവാത്ത് നോ. ഠാസേ ദവാത്ത് ഇതൊന്നും ചേരുന്നില്ല അവിടെ. ദാസേ ദവാത്ത്. അതാണ് ചേരുന്നത്. ദാസേ ദവാത്ത്. സർക്കിൾ ദ. നെക്സ്റ്റ് നൈല സക്കീർ, എന്റെ പേജ് മറിച്ച് നോക്കുന്നേ. എഴുതിയോ? സർക്കിൾ ചെയ്തോ? അടുത്ത എന്താണ്? ഫിഷ് ആണ്, അല്ല മച്ചിലിയാണ് കാണുന്നത് അല്ലേ? മാസേ മച്ചിലി. സർക്കിൾ മാ. ഫസ്റ്റ് തന്നെ ഉണ്ട് മാ. നെക്സ്റ്റ് നോക്കിയേ. ജ സ എ ന ഗ. ഗ സേ ഗമല. സർക്കിൾ ഗ. ഗ സേ ഗമല. ലാസ്റ്റ് വൺ. ഗ സേ ഗമല. ലാസ്റ്റത്തെ അക്ഷരമാണ് ഗ. ഗ സേ ഗമല. ഇത് കണ്ടോ? പിന്നെയും വന്നു. ദോഹരാവോ. വീണ്ടും പഠിക്കാനാ പറയുന്നത്. എന്താണ്? നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും അക്ഷരങ്ങൾ പഠിപ്പിക്കുക അല്ലേ? ആ ആ ഇ ഈ ഉ ഊ. ഇല്ലല്ലോ അവിടെ. അതെന്ത് പറ്റി? നിങ്ങളുടെ ബുക്കിലുണ്ടോ ഇറ്? ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് എഴുതി കൊടുത്തോ കേട്ടോ. പാപം, ഇറിന് മാത്രം എഴുതിയില്ല അവിടെ. ഇറ്, എ ഐ ഓ ഔ അം ആ സ്വരാക്ഷരങ്ങൾ അല്ലേ? നെക്സ്റ്റ് പെൻസിൽ ചലാവോ. എന്താ പെൻസിൽ ചലാവോ പറഞ്ഞാല്? പെൻസിൽ കൊണ്ട് എന്നിട്ട് മുകളിൽ എഴുതാൻ. ഇവിടെ ആന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ഡോട്ട് ഇട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ അതിന്റെ മുകളിലെ പെൻസിലും കൊണ്ട് എഴുതണം അടുത്ത അക്ഷരം ഏതാണെന്ന്. നിങ്ങൾക്ക് എക്സാമിന് മിസ്സിംഗ് ലെറ്റേഴ്സ് വരാം. അപ്പം തന്നിട്ട് ഡാഷ് തരും. അവിടെ ഏത് അക്ഷരമാണ് അടുത്തത്? അപ്പൊ അത് പിന്നീട് എഴുതുക. ഹോംവർക്ക് ആട്ടോ. ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയോ. വീണ്ടും ദോഹരാവോ. വീണ്ടും പഠിക്കാനാ പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങള്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വീണ്ടും വന്നു പെൻസിൽ ചലാവോ. അവിടെ ആ ഡോട്ട് ഇട്ടെടുത്ത് നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണം. ഓക്കെ, ഹോംവർക്ക്. ഇതൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എഴുതണ്ടോ അറിയണ്ടേ? നെക്സ്റ്റ് പേജിൽ നോക്കിയോ. ഇപ്പൊ എഴുതരുത്, ഹോംവർക്ക് ആണ്. 19ാമത്തെ പേജ് നോക്കിയേ. അക്ഷർ സീറ്റി ഊരിക്കരോ. അവിടെ ഒരു ലാഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ലെറ്റർ ലാഡർ. എന്താ ലെറ്റർ ലാഡർ എന്ന് പറഞ്ഞാല്? അക്ഷര ഏണി അല്ലേ? അക്ഷര ഏണി. അക്ഷരങ്ങൾ കൊണ്ട് ഒരു ഏണിപ്പടി കൊടുത്തിട്ടുണ്ട്. എന്താ ഏണി? ലാഡർ എന്തിനാ? നമ്മൾ കേറി പോവാനല്ലേ? അക്ഷരങ്ങൾ എഴുതി 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 കേറി പോണം. ഫസ്റ്റ് ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ എഴുതണം. പിന്നെ മതി കേട്ടോ. അവിടം വരെ ആയിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം, എങ്കിലേ നമ്മുടെ ഇത് തീരുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് റിവിഷൻ തുടങ്ങാം. പേജ് നമ്പർ 12 എടുത്തേ. പേജ് നമ്പർ 12. Aishat Slaha, don't bite your pencil. ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചയ്ക്ക്? പെൻസിൽ തിന്നുന്നേ ശ്രദ്ധിച്ചേ. ഇക്ഷ നമുക്ക് പരിചയം ഉണ്ടല്ലേ? ഇക്ഷ എന്താണ് വായിക്കുന്നത്? ഇക്ഷ.
ഇച്ഛാ സേ ക്ഷത്രിയ. എന്താണ്? ക്ഷത്രിയ, വാരിയർ. എന്താണ്? യോദ്ധാക്കള്, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നവരല്ലേ, യോദ്ധാക്കള്. ഇച്ഛാ സേ ക്ഷത്രിയ. വായിച്ച ഇവിടെ ഇരുന്നിട്ട് ഇച്ഛ, ഇച്ഛ. എങ്ങനെയാണ് ഇച്ഛ എന്ന് എഴുതുക മലയാളത്തില്? ഇതാണല്ലേ, ഇതാ ഇച്ഛ, കായും ഷായും. ഇച്ഛ, ഇച്ഛാ സേ ക്ഷത്രിയ. നെക്സ്റ്റ് ത്ര. എങ്ങനെയാണ് ത്ര? ലിസൺ. ത്ര, ത്ര സേ ത്രികോൺ. എന്താണ്? ത്രികോൺ. വായിക്ക് നിങ്ങള്. ത്ര സേ ത്രികോൺ. നെക്സ്റ്റ് അക്ഷരം ഞ. ഞ എന്താണ്? ഞ, ജായും ഞായും കൂടെ കൂടുന്ന ഞ. ഞാ സേ ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞ എന്താ? അറിവുള്ള ആളല്ലേ, സന്യാസി, സ്കോളർ. ത്രികോൺ എന്ന് പറഞ്ഞ എന്താണ്? ട്രയാങ്കിൾ, 3 കോൺ ഉള്ളത് അല്ലെ, ത്രികോൺ. ത്രികോൺ, ത്രികോൺ. മലയാളത്തിൽ ത്രികോൺ എന്ന് പറയുന്നില്ലേ, 3 കോൺ ഉണ്ട് ഇതിന്, അതാണ് ത്രികോൺ. നെക്സ്റ്റ് ഇസ്ര. ഇസ്ര, ഇസ്ര ഉണ്ടോ? സ്രാസേ ശ്രമിക്. സ്രാസേ ശ്രമിക്. ശ്രമിക് എന്ന് പറഞ്ഞാൽ ലേബറർ. എന്താണ്? പണിയെടുക്കുന്ന ആളല്ലേ, തൊഴിലാളി. സ്രാസേ ശ്രമിക്. വൺസ് മോർ. ഛ സേ ക്ഷത്രിയ. all of you say ഛ സേ ക്ഷത്രിയ. ത്ര സേ ത്രികോൺ. ജ്ഞ സേ ജ്ഞാനി. സ്ര സേ ശ്രമിക്. once more. ഛ സേ ക്ഷത്രിയ. ത്ര സേ ത്രികോൺ. ജ്ഞ സേ ജ്ഞാനി. സ്ര സേ ശ്രമിക്. റിച്ചാർഡിന് കിട്ടുന്നില്ല ശ്രമിക് എന്ന് പറയാൻ, ഞാൻ കണ്ടു. ശ്രമിക്. ഓക്കെ, ഇതെന്താ ചെയ്യണ്ടേ? ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. പറ്റുമോ? ഇന്ന് എഴുതണ്ട കേട്ടോ, ഇന്ന് എഴുതണ്ട. അടുത്ത എപ്പോഴെഴുതണ്ടേ? സൺഡേ. സൺഡേ എഴുതൂലേ? എങ്ങനെ എഴുതേണ്ടത്? ഇച്ഛ, ത്ര, ജ്ഞ, സ്ര. അതാദ്യം കഴിഞ്ഞ വർഷം ഒത്തിരി എഴുതിയല്ലേ നമ്മളിത്. എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഒരു പേജിൽ എഴുതണം. ഇച്ഛ, ത്ര, ജ്ഞ, സ്ര. അതിനുശേഷം ഓരോ വാക്കും ഓരോ അക്ഷരവും എഴുതുക, ഹൈപ്പൺ ഇടുക, അതിന്റെ വാക്ക് എഴുതുക കേട്ടോ. ഒത്തിരി പണിയായല്ലേ ഇന്ന്? സാരമില്ല, അടുത്ത ആഴ്ച നമുക്ക് വെറുതെ ഇരിക്കണ്ടേ? റിവിഷൻ ചെയ്ത് നമുക്ക് വെറുതെ ഇരിക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ മിസ്സിനോട്. ഒന്നിച്ചിരുന്ന് എഴുതണ്ട കേട്ടോ, കൈ വേദന എടുക്കും. കുറച്ചായിട്ട് എഴുതുക. 32 പാർട്ടിസിപ്പൻസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരൊന്ന് പേര് വിളിച്ചോട്ടെ മിസ്. അലൻ, അൻവിത, ഏബൽ, ഐഫുന, സാവിയോ, നിവേദ്യ, ആയിഷത്ത്, ജിയ റോസ്, ജോവിൻ, ജോയൽ, മിഗ്ദാദ്, ദീക്ഷിത്, ദേവ, നാസ മറിയം, ഹാദിയ, റിച്ചാർഡ്,
ആദിത്, അയാൻ, നിയാദാസ്, മുഹമ്മദ് മുദ്ദാസിം, സെറ, ഷഹ്ബറ, നൈല, ആയുഷ്. ആയുഷ് എന്താ തലകുത്തി നിൽക്കുന്നേ? അമൃത. എന്നാൽ അമൃതയുടെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു. ഇനി ആരെയാണ് വിളിക്കാത്തത്? അമൻ മാധവ്. ഇപ്പോഴാണ് ക്ലാസ് കയറുന്നത് അമൻ. എന്താ അവന് വേണ്ടത്? എല്ലാരും വിളിച്ചില്ലേ? ഇർഷാദ്. ഇർഷാദെ മോൻ എക്സാം ഏതെഴുതി? ഡിക്റ്റേഷൻ ഇട്ടത് എഴുതിയോ? ആരായാലും ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് കയറിയവരായാലും ഈ ക്ലാസ് ഒന്ന് കേൾക്കണം പിന്നീട്. എന്നിട്ട് ഡിക്റ്റേഷൻ ഇട്ട വാക്ക് എഴുതി പോസ്റ്റ് ചെയ്തോളണം. നിങ്ങൾ ഡിക്റ്റേഷൻ പേടിച്ചിട്ടില്ലേ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് കയറിയത്? ഇർഷാദ് ഡിക്റ്റേഷൻ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. റസീൻ യൂസഫ്, അശ്വിനി. അശ്വിനി എന്താണ് ക്ലാസ് കയറാത്തത്? അഫ്ര സ്പീക്കർ. ഡിക്റ്റേഷൻ ഇട്ടിട്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇട്ടു. അത് ഇട്ടിട്ട് എഴുതാത്തവർ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ പാട് അവിടെ ഇരുന്ന് എഴുതുക. അമ്മയോട് പറയാ ഡിക്റ്റേഷൻ ഉണ്ട്, 2 ലൈൻ കോപ്പിയുടെ ബാക്ക് പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ആദ്യം സ്വരാക്ഷരം എഴുതുക, രണ്ടാമത് വ്യഞ്ജനാക്ഷരം എഴുതുക, എന്നിട്ട് എഴുതിയിട്ട് മിസ്സിന് പോസ്റ്റ് ചെയ്യാം. എഴുതാത്തവരെല്ലാം ഞാൻ പിടിക്കും അടുത്ത ക്ലാസ്സിൽ. ഐഫൂന എന്താണ്? പ്ലീസ് അൺമ്യൂട്ട്. അതെന്താ ചെയ്യണ്ടേ? എന്താ മോനെ? അതിന്റെ അക്ഷരങ്ങൾ എഴുതി കൊടുക്കണ്ടേ? വേർഡ്സ് ആണ്. 90-ല് അക്ഷരങ്ങൾ എഴുതി കൊടുക്കണം. ഇവിടെ ആദ്യം ഡാഷ് ഇട്ടെടുത്ത് നിങ്ങൾ ആദ്യം ആ വാക്കുകൾ എഴുതണം. ഇവിടെ പിക്ചർ തന്നിട്ടില്ല. ഈ പിക്ചർ തന്നിട്ടില്ലേ? ഇവിടെ കുറെ പിക്ചർ തന്നിട്ടുണ്ട്. ഇമലി തന്നിട്ടുണ്ട്, അനാറ് ഇല്ലേ, ഏക്ക് താര, ഉല്ലു, അതിന്റെ ഒക്കെ വാക്കുകൾ അവിടെ എഴുതണം. ആ ഡാഷ് ഇട്ടെടുത്ത് ഡാഷ് ഇട്ട് തന്നിട്ടില്ലേ? പിക്ചർ മാത്രം തന്നിട്ട് അവിടെ ആ വാക്കുകളെല്ലാം എഴുതണം. ഓഖലി, കബൂത്തർ, ജഗ്, ചർക്ക, ഗമല, ഡമരു അല്ലേ, ഋഷ്. ആ വാക്കുകൾ എഴുതണം അവിടെ. പിന്നെ എന്താണ്? പിന്നെ ഈ ഏണിപ്പടി അല്ലെ, ലാഡർ, എന്താണ്? ലെറ്റർ ലാഡർ എന്താണ്? അവിടെ ആ തന്നിട്ടുണ്ട്. അവിടെ ഡാഷ് ഇട്ടെടുത്ത് നമ്മള് മിസ്സിംഗ് ലെറ്റർ പോലെയാണത്. ആന്നുള്ള അക്ഷരം എഴുതണം. ഈ തന്നിട്ടുണ്ട്. അടുത്ത ഏണിപ്പടിയിലെടുത്ത് ഈന്ന് എഴുതണം. ഊ കഴിഞ്ഞാൽ അടുത്തത് ഊ. പിന്നെ ഇറു തന്നിട്ടുണ്ട് അല്ലെ, എയും തന്നിട്ടുണ്ട്. എ കഴിഞ്ഞ അടുത്ത അക്ഷരം എന്താണ്? ഐ. അടുത്ത അക്ഷരം ഓ തന്നിട്ടുണ്ട്. അടുത്ത അക്ഷരം ഔ. അങ്ങനെ എഴുതി പോണം. മിസ്സായ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കി ഫിൽ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ ടൈം തീർന്നു. ബൈ പറയട്ടെ. See you next week. Bye. പഠിച്ചു വരുന്ന അടുത്ത ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഇന്ന് എഴുതാത്തവരെ എഴുതി പോസ്റ്റ് ചെയ്യാം. ബൈ. See you.